അവഗണന മടുത്തു. ബി.ജെ.പി. ബന്ധം ഉപേക്ഷിക്കാനൊരുങ്ങി തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരും. തുഷാറിനെ സ്വീകരിക്കാനൊരുങ്ങി UDF നേതൃത്വം. അണിയറ നീക്കങ്ങളുമായി രമേശ് ചെന്നിത്തല. അരങ്ങേറുന്നത് നാടകീയ സംഭവ വികാസങ്ങൾ. ബി.ജെ.പി. ബന്ധം ഉപേക്ഷിച്ച് UDF-ൽ ചേക്കേറാനൊരുങ്ങി തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരും. ബി.ജെ.പി. നേതാക്കളിൽ നിന്നുള്ള കടുത്ത അവഗണന തന്നെയാണ് ഈ വിധമൊരു നീക്കത്തിന് വഴിയൊരുക്കിയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം അടക്കമുള്ള സ്ഥാനമാനങ്ങളാണ് UDF നേതൃത്വം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള അണിയറ നീക്കങ്ങൾ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. NDA മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായിട്ടും ആ വിധത്തിലുള്ള പരിഗണനകളൊന്നും ലഭിക്കാത്തതിൽ BDJS നേതാക്കൾ അസംതൃപ്തരാണ്. മുന്നണി യോഗങ്ങളിൽ തങ്ങളെ ക്ഷണിക്കുകയോ സ്ഥാനാർത്ഥി ചർച്ചകളിൽ പങ്കെടുപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന ആവലാതി പലതവണ പാർട്ടി യോഗങ്ങളിൽ അവർ ഉയർത്തിയതുമാണ്. ആദ്യഘട്ടത്തിൽ പാർട്ടി നേതാക്കൾക്കാണ് BJP-യിൽ നിന്ന് ഈ വിധം അവഗണന നേരിടേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് പോലും അത്തരം അനുഭവങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ BDJS-നുള്ളിൽ ശക്തമാകുന്നത്. ഈ വിധം അവഗണനകൾ സഹിച്ച് BJP-യുടെ വിധേയന്മാരായി കഴിയുന്നതിന് പകരം അർഹമായ അംഗീകാരം നൽകുന്ന മുന്നണിക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലത് എന്ന വികാരം അടിത്തട്ട് മുതലേ BDJS-ൽ ശക്തമാണ് താനും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും അധികാരം സ്വന്തമാക്കുക എന്നത് UDF-നെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ വിഷയം കൂടിയാണ്. എല്ലാവിധ സാമുദായിക പാർട്ടികളുടെയും പിൻബലം നേടിയെടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനു പുറമെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്നുമുണ്ട്. ഈ വിധം അനുകൂല ഘടകങ്ങളാൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് UDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അടുത്ത തവണ ഭരണം സ്വന്തമാക്കാൻ ഏറെ സാധ്യതയുള്ള UDF മുന്നണിയുമായി ഐക്യപ്പെടണമെന്ന ആവശ്യം BDJS-നുള്ളിൽ ശക്തമായത് ഈ സാഹചര്യത്തിലാണ്. ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളാൻ പോലും ആളുകളില്ലാത്ത പാർട്ടിയുടെ നേതാക്കൾ അധികാര കസേരയിൽ ഇരിക്കുമ്പോഴാണ് സംസ്ഥാനമൊട്ടാകെ വിപുലമായ സംഘടനാ സംവിധാനവും വലിയൊരു സമുദായത്തിന്റെ പിൻബലവുമുള്ള BDJS ഈ വിധത്തിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് തുഷാർ വെള്ളാപ്പള്ളി തുറന്നടിച്ചത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തന്നെയാണ്. വേണ്ടി വന്നാൽ NDA മുന്നണി ബന്ധം വിച്ഛേദിക്കാനും തങ്ങൾ തയ്യാറാണെന്ന പരോക്ഷ സൂചനകൾ തന്നെയാണിത്. അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് ലഭിക്കുന്ന വോട്ടുകളിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. തൃശൂരിൽ നിന്നും BJP പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കാൻ കഴിഞ്ഞു. പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തെത്താനും BJP-ക്ക് കഴിഞ്ഞു. ഇതിലെല്ലാം വലിയ പങ്ക് വഹിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് BDJS-ന്റെ അവകാശവാദം. ഈഴവ വോട്ടുകൾക്ക് മേൽക്കൈയുള്ള മധ്യ തിരുവിതാംകൂറിൽ നിർണായക സ്വാധീനമാകാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് അവർ തുടർച്ചയായി ആവർത്തിക്കുന്നതും. എന്നാൽ ഈ വിധം അവകാശവാദങ്ങളൊന്നും BJP നേതൃത്വം അംഗീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. NDA ഘടകകക്ഷി എന്നൊക്കെ അവകാശപ്പെടാറുണ്ടെങ്കിലും ആ വിധത്തിലുള്ള ഒരു പരിഗണനയും BJP-യുടെ സംസ്ഥാന നേതൃത്വം BDJS നേതാക്കൾക്ക് നൽകാറുമില്ല. BJP-യുടെ ദേശീയ നേതാക്കളുമായി തുഷാർ വെള്ളാപ്പള്ളിക്കുള്ള ബന്ധം വഴി നേരിയ ചില പരിഗണനകൾ കേരളത്തിൽ ലഭിക്കാറുണ്ടെന്നത് മാത്രമാണ് ചെറിയ ആശ്വാസം. ഈഴവ ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ BDJS-ന് കഴിയുന്നില്ലെന്ന് BJP-യുടെ സംസ്ഥാന വക്താവ് B. രാധാകൃഷ്ണ മേനോൻ തുറന്നടിച്ചത് നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. NDA-യുടെ തണലിൽ സംഘടനാ ശക്തി അവകാശപ്പെടുക മാത്രമാണ് തുഷാർ ചെയ്യുന്നതെന്നാണ് രാധാകൃഷ്ണ മേനോനെ പോലെയുള്ള BJP നേതാക്കളുടെ വാദം. ഇതിനു പുറമെയാണ് വെള്ളാപ്പള്ളിയുമായി ശത്രുത പുലർത്തുന്ന PC ജോർജിന്റെ ഇടപെടലുകൾ. ഏത് വിധേനയും തുഷാർ വെള്ളാപ്പള്ളിയും BJP നേതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാളുകളായി PC ജോർജും പ്രവർത്തിച്ചു വരുന്നത്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും തുഷാറിനെതിരെ PC ജോർജ് ഒളിയമ്പുകൾ തുറന്നുവിടുന്നതിന് പിന്നിലെ ലക്ഷ്യവും ഇതുതന്നെയാണ്. BJP മുന്നണിക്കുള്ളിൽ തങ്ങൾ നേരിടുന്ന അവഗണനയും ചതിക്കുഴികളും തിരിച്ചറിഞ്ഞ് തന്നെയാണ് മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ഗൗരവ നീക്കങ്ങൾ തുഷാർ ആരംഭിച്ചിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ വീണ്ടും ശക്തി തെളിയിച്ച രമേശ് ചെന്നിത്തല തുഷാറിന് വേണ്ടി അണിയറ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് മുസ്ലിം ലീഗ് നേതാക്കളുമായി പ്രാഥമിക ചർച്ചകളും ചെന്നിത്തല നടത്തിക്കഴിഞ്ഞു. BDJS UDF-ന്റെ ഭാഗമായാൽ മന്ത്രിസ്ഥാനം അടക്കമുള്ള ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് തുഷാറിന് നൽകിയിട്ടുള്ളത്. ജില്ലാ ഘടകങ്ങളിൽ വരെ BDJS-ന് അർഹമായ പ്രാതിനിധ്യം നൽകുമെന്ന ഉറപ്പും UDF നേതാക്കൾ നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് NDA ബന്ധം ഉപേക്ഷിക്കണമെന്ന ആവശ്യം BDJS-നുള്ളിൽ ശക്തമാകുന്നത്. ഒരർത്ഥത്തിൽ പ്രതിസന്ധിയിലായത് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് മേൽക്കൈ കിട്ടിയാൽ മന്ത്രിയാകാം. അതേസമയം ദേശീയ തലത്തിൽ മോദിയെയും അമിത്ഷായെയും പിണക്കിയാൽ തിരിച്ചടികൾ ശക്തമായി ഉയരുകയും ചെയ്യും. മൈക്രോ ഫിനാൻസ് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തെ തുഷാർ വെള്ളാപ്പള്ളി എങ്ങനെ മറികടക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും.